മഴ തോരും മുമ്പിലെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ റുജിത്താമ്മ അതുപോലെ തന്നെ നമ്മുടെ അലീനയോടും രേവതി കുട്ടിയോടൊക്കെ ആയിട്ട് സംസാരിക്കുന്നത്, നിങ്ങളെല്ലാവരെയും ഒരു കരയ്ക്ക് എത്തിക്കണം എന്ന് പറഞ്ഞപ്പോൾ വേണ്ട, ഞങ്ങൾ അങ്ങനെ മാറ്റാനൊന്നും നോക്കണ്ട, ഞങ്ങൾ നോക്കിക്കോളാം, എവിടെയെങ്കിലും തെണ്ടി നടന്നിട്ടായാലും ഞങ്ങൾ ഈ സ്നേഹനികേതം നോക്കാമെന്ന് രേവതിക്കുട്ടിയും പറയുമ്പോൾ, അങ്ങനെ മറ്റുള്ളവർക്ക് തെണ്ടി നടന്ന് നിങ്ങളുടെ ജീവിതം നശിപ്പിക്കാനുള്ളതല്ല, നിങ്ങളെല്ലാവരെയും ഓരോരോ ഓർഫനേജിലാക്കണം എന്ന് പറഞ്ഞപ്പോൾ അവർ സമ്മതിക്കുന്നില്ല, കരയിന് വേണ്ട, അത് ശരിയാവില്ല എന്ന് പറഞ്ഞപ്പോൾ വേണ്ട, നിങ്ങൾക്കൊരു ജീവിതമുണ്ട്, മറ്റുള്ളവരെ നോക്കി നിങ്ങൾ നിങ്ങളുടെ ജീവിതം കളയാൻ പറ്റില്ല മോളെ, എല്ലാവരെയും അമ്മ ഓരോരോ സ്ഥലത്ത് എത്തിക്കുന്നുണ്ട് മമ്മീന്നാണ് പറയുന്നത്, അത് വേണ്ടാന്ന് പറയും. പക്ഷേ അലീനയും രേവതിക്കുട്ടിയും പ്രാർത്ഥിക്കുന്നു കരഞ്ഞുകൊണ്ട്. അപ്പോൾ അവിടേക്ക് വരുന്നുണ്ട് ബ്രിജിത്താമ്മ. നിങ്ങളുടെ വിഷമം എനിക്ക് മനസ്സിലാവുന്നുണ്ട്, പക്ഷേ മമ്മിക്ക് വേറെ നിവർത്തിയില്ല, നിങ്ങളെ ഓരോരുത്തരെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് വേണം മനസ്സമാധാനത്തോടെ മരിക്കാൻ എന്ന് പറയും. നാളെ എനിക്കൊരു ഇടം വരെ പോകാനുണ്ടെന്നും പറയും. ഞാൻ വരാം, ഒറ്റയ്ക്ക് പോകണ്ടെന്ന് പറഞ്ഞപ്പോൾ ഒറ്റയ്ക്ക് പോകേണ്ട സ്ഥലമാണെന്ന് പറയും. എന്നാൽ രേവതി കുട്ടീനെ കൂട്ടാൻ പറയും. വേണ്ട, ആരും വേണ്ട, ഞാൻ പറഞ്ഞില്ലേ നിങ്ങളൊരു കരയ്ക്ക് എത്തിക്കുന്നവരെ എനിക്കൊരു ആപത്തും ഉണ്ടാവില്ല, കർത്താവ് എന്നെ കാത്തോളൂ എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കിന് അമ്മ. രണ്ടുപേരും ഭയങ്കര വിഷമമാണ്, എന്ത് പറയണമെന്ന് അറിയില്ല. അപ്പോൾ അലീനയ്ക്ക് ആണെങ്കിൽ ഭയങ്കരമായിട്ട് സങ്കടം വരുന്നുണ്ട്, അമ്മ മരിക്കും എന്നുള്ള കാര്യത്തിൽ അലീനയ്ക്ക് 100% ഉറപ്പായിരുന്നു. എന്തായാലും അലീനയും രേവതിക്കുട്ടിയും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കരയുന്നുണ്ട്, അമ്മ സമാധാനിപ്പിക്കുന്നുണ്ട്. അതിനുശേഷം പിന്നെ കാണിക്കുന്നത് ട്രെയിനാണ്. ബ്രിജിത്താമ്മ ട്രെയിനിൽ കയറി തിരുവനന്തപുരത്ത് നിന്ന് കഴക്കൂട്ടത്തേക്ക് പോകുകയാണ്. പിന്നെ ഒരു വലിയൊരു വീടിൻ്റെ മുന്നിലാണ് നിൽക്കുന്നത്, മാളിയേക്കൽ വീടാണ് അത്, നമ്മുടെ നായകൻ്റെ വീടാണ്. അവിടെ എത്തുന്നുണ്ട്. അപ്പോൾ ഓട്ടോ ഇറങ്ങുമ്പോൾ ഡ്രൈവറോട് ചോദിക്കും, ഇത് തന്നെയാണോന്ന് ചോദിക്കും. അതെ, കൈതക്കൽ കുഞ്ഞിരാമ മേനോൻ്റെ വീട് ഇതാണെന്ന് പറയും. ഒന്ന് വെയിറ്റ് ചെയ്യോ, ഞാൻ അതിൻ്റെ കൂലിയും കൂടെ തരാമെന്ന് പറയും. ശരി എന്ന് പറയും. ആ സമയത്ത് നമ്മുടെ മനുവിൻ്റെ അമ്മേന് വരുന്നത്. ആരാന്ന് ചോദിക്കും. കുഞ്ഞിരാമ മേനോനൊന്ന് കാണാമെന്ന് പറയും. അച്ഛനെ കാണാൻ പറ്റില്ല, അച്ഛനിപ്പോൾ വിസിറ്റേഴ്സ് ഒന്നും പാടില്ല എന്ന് ഡോക്ടർ പറഞ്ഞേക്കണം, അസുഖമായിട്ട് കിടക്കുമെന്ന് പറയും. ഒരുപാട് ദൂരത്തുനിന്ന് വരുന്നതാണ്, അത്യാവശ്യമാണ്, 5 മിനിറ്റ് കണ്ടിട്ട് പോകാമെന്ന് പറയും. അപ്പോൾ ആ സമയത്ത് ആ സ്ത്രീ ഒരിക്കലും ഒന്നും സമ്മതിക്കില്ല. അപ്പോൾ പെട്ടെന്ന് മനു വരും. ആരാമ്മേ, ആരവർ, അറിയില്ല, തിരുവനന്തപുരത്ത് നിന്ന് വരുന്നതാണെന്ന്, മുത്തശ്ശനെ കാണണമെന്ന് നിർബന്ധം പറയുന്നത്. ഇത്രയും വഴി വന്നതല്ല അമ്മേ, ഒന്ന് കണ്ടിട്ട് പോട്ടെ, എന്താ കാര്യം ചോദിക്കുമ്പോൾ അത് അദ്ദേഹത്തോട് മാത്രം പറയാനുള്ളതെന്ന് പറയും. ശരി, നിങ്ങൾ വായോ എന്ന് പറയും. അപ്പോൾ അമ്മരെ എതിർപ്പ് വകവയ്ക്കാതെ മനു അങ്ങോട്ട് കൊണ്ടുപോകാൻ പോകുന്നു ബ്രിജിത്താമ്മനെ. എന്നിട്ട് ചോദിക്കും, അനാഥാലയം നടത്തിപ്പുകാരെന്ന് മനസ്സിലായി, കയറാൻ ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിക്കും. എനിക്കും കുറച്ച് അസുഖമൊക്കെ ഉണ്ട് മോനെ, ഞാൻ സഹായിക്കണമെന്ന് ചോദിക്കുമ്പോൾ വേണ്ട, സഹായിക്കാമെന്ന് പറഞ്ഞ മനസ്സുണ്ടല്ലോ, അതിന് നന്ദി എന്ന് പറയും. എന്നിട്ട് അനാഥാലയം നടത്തിപ്പ് നിങ്ങളാണോ എന്നൊക്കെ ചോദിക്കും. ചേച്ചിയാണോ എന്ന് ചോദിക്കും. അങ്ങനെ ബിസിനസ്സൊന്നുമല്ല മോനെ, അവർക്ക് വിളമ്പണ പാത്രത്തിൽ ഒരു പാത്രം കഞ്ഞി എനിക്കും കിട്ടുമെന്ന് പറയും. അയ്യോ, ഞാൻ അതൊന്നും ഉദ്ദേശിച്ചതല്ല എന്ന് പറയും. എന്നിട്ട് പിന്നെ മുത്തശ്ശൻ്റെ റൂമിന് കാണിക്കുന്നത്, ടി വി ഒക്കെ വെച്ചിരിക്കുന്നു മുത്തശ്ശൻ. അപ്പോൾ ആ സമയത്ത് മനു അങ്ങോട്ട് കയറി വരുമ്പോൾ, ഓ നീയോ എന്ന് ചോദിച്ച് ടി വി ഓഫ് ചെയ്യും. മുത്തശ്ശന് തിരുവനന്തപുരത്ത് എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ എന്ന് ചോദിക്കും. അപ്പോൾ ഒരു ബന്ധുക്കളുടെ പേര് പറയും. അവരല്ലാണ്ട് എന്ന് ചോദിക്കും. അവരല്ലാണ്ട് വേറെ ആരും ഇല്ലല്ലോ എന്ന് പറയും. എന്നാൽ ഒരു സ്ത്രീ കാണാൻ വന്നിട്ടുണ്ടല്ലോ എന്ന് പറയും. എന്നെയോ എന്ന് ചോദിക്കും. ആ, എന്നെയെന്ന് പറയും. എവിടെയെന്ന് ചോദിക്കും. ദേ വാതുക്കൽ നിൽക്കുന്നുണ്ടെന്ന് പറയും. മുത്തശ്ശൻ്റെ സമ്മതം മേടിച്ചിട്ട് വരാനെന്ന് പറയും. ആ, ഇങ്ങോട്ട് കയറി വരൂ എന്ന് പറയും. അങ്ങനെ മുത്തശ്ശൻ ബ്രിജിത്താമ്മനെ വാതിലിൻ്റെ അടുത്ത് നിന്ന് കാണുമ്പോൾ മുത്തശ്ശൻ ആകെ ശരിക്കും ഞെട്ടണതായിട്ട് നമ്മുടെ മനുവും കാണുന്നുണ്ട്. മുത്തശ്ശനാണെങ്കിൽ വിറക്കിന്. അപ്പോൾ ആ സമയത്ത് മനു സഹായിച്ച് മുത്തശ്ശനെ പിടിച്ചിരുത്തും. അന്ന് മനു അവിടെ നിന്ന് മാറി കൊടുക്കണം, കാരണം മനുവിന് മനസ്സിലായി അവർക്ക് എന്തൊക്കെയോ സംസാരിക്കാനുണ്ടെന്ന്. രണ്ടുപേരും മനുവിൻ്റെ മുഖത്തേക്ക് നോക്കണത്. അങ്ങനെ മനു അവിടെ നിന്ന് ഒഴിഞ്ഞു പോകണം. അപ്പോൾ പറയും, ആ വാതിലങ്ങോട്ട് അടച്ചേക്കെന്ന് പറയും. അങ്ങനെ ആ വാതിലടയ്ക്കും. വാതിലടച്ച് കഴിയുമ്പോൾ പറയും, എന്തിനാ വന്നത്, എല്ലാം കഴിഞ്ഞതല്ലേ, എല്ലാം പറഞ്ഞു തീർന്നതല്ലേ, പിന്നെ ഇനി എന്തിനാ ഒരു തിരിച്ചു വരവ്, വരേണ്ടി വന്നു, എനിക്ക് അധികം ജീവിതമില്ല, എനിക്കൊന്നും കേൾക്കണ്ടെന്ന് പറയും. കേൾക്കണം, അലീനയ്ക്ക് 22 വയസ്സായി, അവളെ ഏതെങ്കിലും നിലയിൽ എങ്ങനെയെങ്കിലും അങ്ങനെ ഇട്ടിട്ട് എനിക്ക് പോകാൻ പറ്റില്ല, അധികം നാൾ എനിക്ക് ആയുസില്ല, രക്ഷിക്കണം, 2 മാസം കൂടി എനിക്ക് ജീവിക്കാനുള്ള ഇത് ദൈവം തന്നിട്ടുള്ളൂ എന്നൊക്കെ പറയും. അപ്പോൾ അയാളിങ്ങനെ ആകെ ഒരു വിഷമത്തിലാവും. ഞാൻ എന്ത് ചെയ്യാനാണ്, സ്വത്തും മറ്റുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തു, ഇപ്പം ഞാൻ വെറും ഒരു മാംസപിണ്ടമാണ് മരണം കാത്തിരിക്കുന്നത് എന്ന് പറയും. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല, എന്തെങ്കിലും പറയണം, സ്വത്തുക്കളൊക്കെ മക്കൾക്ക് കൈമാറി, ഇപ്പം മരണം കാത്തിരിക്കണം മാംസപിണ്ടമെന്ന് പറഞ്ഞില്ലേ, പിന്നെ ഞാൻ എന്ത് ചെയ്യാനാണ്, പിന്നെയാണെങ്കിൽ ചോദിച്ചും അതിനപ്പുറവും ഞാൻ തന്നിട്ടുണ്ടല്ലോ എന്ന് പറയും. ഇപ്പോൾ ഒന്നും ചോദിക്കാനും വന്നതല്ല, അവളുടെ ജീവിതം ഒന്ന് കരയ്ക്കെത്തിക്കണം, അവൾ അങ്ങനെ വഴിയിൽ ഉപേക്ഷിച്ച് എനിക്ക് പോകാൻ പറ്റില്ല, അതുകൊണ്ടാണ്, അത്ര നല്ല പെൺകുട്ടീന്, നല്ല സ്വഭാവം, നല്ല പെരുമാറ്റം, മറ്റുള്ളവരോട് എങ്ങനെ പെരുമാറണം എന്നൊക്കെ അവൾക്കറിയാം, അതുപോലെ ഒരു പെൺകുട്ടി എൻ്റെ വയറ്റിൽ വന്ന് പിറക്കണേ എന്ന് ഞാൻ ആഗ്രഹിച്ചു, അത്രയ്ക്ക് നല്ല മോളാണ്, അവളെനിക്ക് അങ്ങനെ തള്ളിക്കളയാൻ പറ്റില്ല, നിങ്ങൾ എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കണം,
എന്ന് പറഞ്ഞപ്പോൾ ആൾ പറയുന്നത് ശരി നിങ്ങൾ പൊക്കോ, ഞാനൊന്ന് ആലോചിക്കട്ടെ എന്താ ചെയ്യാൻ വല്ല മാർഗമുണ്ടോയെന്ന് എന്ന് പറയും. ഞാൻ പറയും ആ പൊക്കോ പൊക്കോ പൊക്കോളാനല്ലേ പറഞ്ഞത്, ഇനി ഇവിടെ നിൽക്കണ്ട, നിങ്ങൾ വന്ന കാര്യം പറഞ്ഞു, എനിക്ക് കാര്യം മനസ്സിലാവുകയും ചെയ്തു, ഇനി പൊക്കോ എന്ന് പറയും. അങ്ങനെ ബ്രിജിത്താമ്മ ആളാലോചിക്കട്ടെ എന്ന് പറഞ്ഞല്ലോ, അങ്ങനെ ആ സമാധാനത്തിൽ ബ്രിജിത്താമ്മ ഇറങ്ങിപ്പോകും. ചായയായി മനു വരുമ്പോഴാണ് അവരിറങ്ങി പോണ കണ്ടത്. ചായ കുടിക്കണില്ലേ? വേണ്ട, ചായ വിട്ടിട്ടുണ്ട്, സോറി വേണ്ടാണ്ടെന്ന് പറയും. അപ്പം പറയും മുത്തശ്ശനെ കണ്ടില്ലേ, പോകണമെന്ന് ചോദിക്കും. അതെ പോകട്ടെ. അങ്ങനെ അവർ ഓട്ടോറിക്ഷയിൽ ഇങ്ങനെ വിഷമിച്ച് കയറിപ്പോകും. അപ്പോൾ ആ സമയത്ത് മനു ഇങ്ങനെ നോക്കി ഇങ്ങനെ നിൽക്കുന്നുണ്ട്, എന്തൊക്കെയോ മനസ്സിലാവുന്നുണ്ട്, പക്ഷേ ഒന്നും തുറന്ന് ചോദിക്കില്ല. അങ്ങനെ അവിടെ അവരും ഓട്ടോയിൽ കയറിയിട്ട് മനുവിനോട് യാത്ര പറയും. കണ്ണുകൊണ്ട് മനു ശരിയെന്ന് പറഞ്ഞ് പോകുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് മനു അകത്തേക്ക് വരുമ്പോൾ അമ്മ ചോദിക്കും പോയോ അവർ ചായ കുടിച്ചില്ലല്ലോ എന്നറിയും. ചായ വേണ്ടാന്ന് പറഞ്ഞു. എന്തൊരു അഹങ്കാരമാണ് അവർ, എന്നെ കൊണ്ട് ചായ ഇടിപ്പിച്ചത് എന്തിനാണെന്ന് ചോദിക്കും. അപ്പോൾ മനുവിന് ദേഷ്യം വരും. ഒരു ചായ ഇടാൻ അമ്മയ്ക്ക് ഒരു കപ്പ് ചായ ഇടാൻ അമ്മയ്ക്ക് 1 മണിക്കൂർ വേണോ? ഇതൊക്കെ വളരെ മോശം കേട്ടോ അമ്മയെന്ന് പറയും. എന്ത് മോശം? പിന്നെ കാണണ്ടാന്ന് പറഞ്ഞതിന് ഞാൻ ഇത്രയും വഴി വന്നെന്ന് പറഞ്ഞിട്ട് നീയല്ലേ അവരെ കൊണ്ട് കാണിച്ചെന്ന് ചോദിക്കും. അപ്പോൾ ആ സമയത്ത് മനുവിൻ്റെ അച്ഛൻ വരും. എന്താ ഇവിടെ എന്ന് ചോദിക്കും. അല്ല ശിവേട്ടാ, ഇവിടെ ഒരു സ്ത്രീ വന്നു, അച്ഛനെ കാണാനാണ് വന്നത്, ഇവൻ അവരെയും കൊണ്ട് മുകളിലേക്ക് പോയി, ചായ കൊടുത്തിട്ട് കുടിച്ചില്ല, അത്രയ്ക്ക് സാമർത്ഥ്യം എന്നൊക്കെ പറയും. അമ്മയ്ക്കും പ്രത്യേകതയൊക്കെ ഉണ്ട്, അമ്മയ്ക്ക് ഭയങ്കര ഈഗോ എന്നൊക്കെ പറഞ്ഞ് നീ ഒന്ന് പോടാന്ന് പറഞ്ഞ് അവർ ദേഷ്യപ്പെട്ട് പോകും. എന്നിട്ട് പിന്നെ മുത്തശ്ശനെ കാണിക്കുന്നത്, മുത്തശ്ശൻ മുകളിൽ ഇങ്ങനെ അലീനക്ക് 22 വയസ്സായതും എൻ്റെ ജീവിതം അവസാനിക്കാറായി എന്നൊക്കെ പറയുന്നതൊക്കെ ആലോചിക്കുന്നു. അപ്പം മനുവിനാണെങ്കിൽ അച്ഛൻ പറഞ്ഞയക്കുന്നത് മുത്തശ്ശനോട് അവരെന്താ പറഞ്ഞതെന്ന് ഇപ്പോഴേ ചോദിച്ച് മനസ്സിലാക്കിക്കോ, നാളെ മുത്തശ്ശൻ ആരും കാണാൻ വന്നില്ല എന്ന് പറയും എന്നൊക്കെ പറയും. അങ്ങനെ മുത്തശ്ശൻ്റെ അടുത്തേക്ക് ചെല്ലും. എന്താ വല്ല പ്രശ്നമുണ്ടോ? എന്ത് പ്രശ്നം? ഒരു പ്രശ്നമില്ല, നീ നിൻ്റെ കാര്യം നോക്കി പോടാന്ന് പറയും. അതൊന്നല്ല, അവർ വന്ന് എന്തോ ഒരു ഭാരം എടുത്ത് തലയിൽ ഇട്ടിട്ടുണ്ട്, അതിന് ശേഷം ടെൻഷൻ ഉണ്ടല്ലോ എന്ന് പറയും. പറയാൻ താല്പര്യമില്ലെങ്കിൽ വേണ്ട, ഞാൻ പോകണമെന്ന് പറയും മനു. അപ്പം പറയും വേണ്ടടാ ഇരിക്കി, എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ടെന്ന് പറയും. അങ്ങനെ അലീനനെ കുറിച്ചുള്ള എല്ലാ സത്യങ്ങളും മനുവിനോട് തുറന്ന് പറയുന്നത് നമ്മുടെ മുത്തശ്ശൻ കുഞ്ഞിരാമ മേനോൻ. അങ്ങനെ എല്ലാം ആലോചിച്ചുകൊണ്ട് നിൽക്കുന്ന മനുവിനെയും മുത്തശ്ശനെയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ അവസാന ഭാഗം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.